ഹലോ. അപ്പോൾ എൻ്റെ വൈകുന്നേരത്തെ ജോലികളൊക്കെ ദേ ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൂക്കാമെന്നും പറഞ്ഞ് വന്നപ്പോഴാണ് എൻ്റെ മുളകും തേയൊക്കെ ഈ ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 മുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി കേട്ടോ. നമ്മൾ നട്ടൊരു സാധനത്തിൽ ഇങ്ങനെ ഉണ്ടായൊക്കെ കിടക്കുമ്പോഴേ. അപ്പോൾ ഇന്നലത്തെ കാറ്റിന് ഇതൊന്ന് ഇളകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതൊക്കെ ഉറപ്പിച്ച് വെച്ചിട്ട് അപ്പുറത്തേക്കൊന്ന് നീക്കി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ വാമിക്ക് വന്നു. പിന്നെ ആളെ മുളകൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാനതൊരു ഭാഗത്തേക്ക് മാറ്റിയൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ തൂക്കാൻ തുടങ്ങി കേട്ടോ. ഇനി ഇതൊക്കെ തൂത്തിട്ട് വേണം ബാക്കി പണികളിലേക്ക് കയറാൻ. ഇവിടെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. വാമിക്കിത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ, മുളക് എവിടെയെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ചേട്ടനൊരു ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ. ക്യാരറ്റും ബീട്രൂട്ടും കൂടിയിട്ട്. ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ മധുരമാണല്ലോ പ്രതീക്ഷിക്കുന്നത്. ആമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിൽ ഇഞ്ചിയും നാരങ്ങയൊക്കെയാണ് ഇട്ടിരുന്നത്, മധുരം ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഉപ്പുമാവിന് വേണ്ടി ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്താൽ കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ചിക്കനും ക്യാരറ്റും ഇതൊക്കെ സവാളയൊക്കെ കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ അങ്ങോട്ട് ഇട്ട് കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് അത് വെച്ച് ഉണ്ടാക്കാമെന്ന് കരുതി തേങ്ങയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ആ നേരം കൊണ്ട് ഇത് എവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. എന്നിട്ട് ഇത് ഉപ്പൊക്കെ നോക്കിയപ്പോൾ പാകമായിരുന്നു, പോരാത്തതൊക്കെ ഇട്ട് കൊടുത്ത കേട്ടോ. എന്നിട്ട് റവയൊക്കെ വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പുമാവ് ഇതാന്ന് പറയുന്നത് റെഡിയാക്കി ഇതിങ്ങനെ ആക്കി എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പുമാവും പപ്പടവും കട്ടൻ ചായയും കൂടി എല്ലാവർക്കും കൊടുത്തു. അതൊക്കെ കഴിച്ച് കുറേ നേരം മീൻകാരനെ നോക്കിയിരുന്നിട്ട് മീൻകാരൻ വന്നില്ല കേട്ടോ. എന്നാൽ പോയി വാങ്ങിക്കാമെന്ന് കരുതി ഞാനും ചേട്ടനും കൂടിയിട്ട് ഇതേ മാർക്കറ്റിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മത്തിയുണ്ട്, കിളിമീനുണ്ട്, കുരുവാളയുണ്ട്, അങ്ങനെ ഒത്തിരി മീനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ മത്തി വാങ്ങിയിട്ട് ചീരയും വാങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ കടയിൽ നിന്ന് പെട്ടെന്ന് വന്നിട്ട് ചീരയും പരിപ്പും കൂടി വെക്കണം. അപ്പോൾ ഇതേ എന്തോ എടുത്തു തരാൻ വേണ്ടി ഞാൻ ചേട്ടനോട് പറയുവാണ്. എനിക്ക് കൈ എത്താത്തതുകൊണ്ട് പുട്ടുവേണം. കുറച്ച് ചീര പകുതി എടുക്കുന്നുള്ളൂ, പകുതി അതിൽ വെള്ളത്തിലാക്കി ഇട്ട് വെക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പരിപ്പൊക്കെ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ഇനി ചീരയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. പിന്നെ അതിനാവശ്യമായ തേങ്ങാരപ്പും റെഡിയാക്കി വെക്കാം. അപ്പോൾ അതൊക്കെ അങ്ങ് പെട്ടെന്ന് ചെയ്യുവാണേ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഇത് അരപ്പിനായിട്ട് തേങ്ങയും ജീരകവും 2 വെളുത്തുള്ളിയിലയും കൂടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പൊക്കെ വെന്ത് വരട്ടെ. ആ നേരം കൊണ്ട് ഇത് മത്തിക്കുട്ടനെയൊക്കെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മത്തിയൊക്കെ പതിയാണ് ചെയ്യുന്നത്, കാരണം ഇവിടേക്ക് ചെതമ്പൽ തിരക്കുമല്ലോ. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കിയിട്ട് മുളക് പുരട്ടി വെച്ചിട്ട് എല്ലാം വറുക്കാനാണ് എടുത്തത്. അത് കഴിഞ്ഞ് അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് അങ്ങ് സോപ്പൊക്കെ ഇട്ട് കഴുകി പിന്നെ ലോഷനൊക്കെ ഇട്ട് വൃത്തിയാക്കിയൊക്കെ ഇട്ട് കേട്ടോ. അപ്പോൾ അത് പരിപ്പൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചീരത്തണ്ടും അരപ്പും കൂടി ഇട്ട് കൊടുത്തു. അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും ചീരയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പരിപ്പും ചീരയും കൂടി റെഡിയായൊക്കെ വന്നിട്ടുണ്ട്. ആ നേരം കൊണ്ടിട്ട് നമുക്ക് മത്തിയൊക്കെ പൊരിക്കാനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ചീരയും പരിപ്പിലേക്കും താളിച്ചും കൂടി ഒഴിച്ചു കേട്ടോ. അങ്ങനെ ചീരക്കറി റെഡിയായി. പിന്നെ ചപ്പാത്തിയാണ് ഇന്ന് മത്തി പൊരിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളേ.